വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഇപ്പോൾ അപകടം മനസ്സിലായി. ഇങ്ങനെ നിന്നാൽ മണ്ണും ചാരി നിൽക്കുന്ന കെ.സി. വേണുഗോപാൽ പെണ്ണും കൊണ്ട് പോകും. കെ.സി. വേണുഗോപാലിൻ്റെ വാക്കുകളിലൊക്കെ ഇപ്പോൾ ഒരു ദുരർത്ഥം. താൻ കേരളീയനാണെന്നും കേരളത്തിൽ പ്രവർത്തിക്കുന്നതിൽ എന്താണ് തെറ്റെന്നുമൊക്കെയാണ് കെ.സി. വേണുഗോപാൽ ചോദിച്ച് തുടങ്ങിയിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ ചില്ലറക്കാരനല്ല. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പ്രിയപ്പെട്ട നേതാവാണ്. എ.ഐ.സി.സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ് കെ.സി. വേണുഗോപാൽ. ഈ സാഹചര്യത്തിൽ എം.പിയായ കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നത് തികച്ചും സ്വാഭാവികം. കാരണം മുഖ്യമന്ത്രി കസേരയിലാണ് കെ.സിയുടെ കണ്ണ്. പരസ്പരം തല്ലുകൂടിക്കൊണ്ടുനിന്ന വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഇതോടെ ഒരുമിച്ചിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലിൻ്റെ കളി ഇരുവരും അറിഞ്ഞത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പോട് കൂടിയാണ്. അബിൻ വർക്കിക്ക് വേണ്ടി രമേശ് ചെന്നിത്തലയും തനിക്ക് പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടി വി.ഡി. സതീശനും ഒക്കെ വാദിച്ചു. പക്ഷേ ആ വാദമൊക്കെ നിലനിന്നില്ല. പകരം ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ള യുവതുർക്കികൾ, നന്നായി തന്ത്രമറിയാവുന്ന യുവതുർക്കികൾ ഇപ്പോൾ കെ.സിക്ക് ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് രമേശ് ചെന്നിത്തലയും സതീശനും കരുക്കൾ നീക്കുന്നത്. രണ്ട് മുട്ടനാടുകൾ തമ്മിലടിക്കുമ്പോൾ ചോര കുടിക്കാൻ വരുന്ന കുറുക്കനെ പോലെയാണ് കെ.സി. വേണുഗോപാൽ എന്ന് മുട്ടനാടുകളായ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും തിരിച്ചറിഞ്ഞിരിക്കുന്നു. പല ചോദ്യങ്ങൾ സതീശനോട് ചോദിച്ചിട്ടുണ്ട് കെ.സി. വേണുഗോപാലിൻ്റെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ച്. റെഡ് അലർട്ട് എന്ന ഉത്തരമാണ് മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും ഒടുവിൽ സതീശൻ നൽകിയത്. ആ ഉത്തരത്തിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. എന്തായാലും രമേശും സതീശനും പഴയ വൈരാഗ്യമൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ചിരിക്കുന്നു. നല്ല കാര്യം. മാത്രമല്ല പഴയ എ ഗ്രൂപ്പിൻ്റെ പിന്തുണയും ഇവർക്കുണ്ട്. കെ.സി. വേണുഗോപാലിനെ കേരളത്തിൽ നിന്ന് അകറ്റുക, അതാണ് രമേശൻ്റെയും സതീശൻ്റെയും ലക്ഷ്യം. മറുവശത്ത് യൂത്ത് കോൺഗ്രസ് പൂർണ്ണമായും പിടിച്ചെടുത്ത ആവേശത്തിലാണ് കെ.സി. വേണുഗോപാൽ. യൂത്ത് കോൺഗ്രസ് പൂർണ്ണമായും പിടിച്ചെടുത്ത കെ.സി. വേണുഗോപാൽ തൻ്റേതായ ഒരു പുതിയ ഗ്രൂപ്പിനെ സൃഷ്ടിച്ചിരിക്കുന്നു കേരളത്തിൽ. വളരെ സൈലൻ്റായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കം. ആ നീക്കങ്ങൾ വിജയം കണ്ടു. ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയാണ് കെ.സി. അതാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അലോസരം ഉണ്ടാക്കുന്നത്. ഇതുവരെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഓതിരം കടകം പറഞ്ഞു വിട്ടുകയായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ രമേശ് ചെന്നിത്തല നന്നായി ശ്രമിച്ചെങ്കിലും ഒരു യോഗ്യതയുമില്ലാത്ത ജനീഷിനെയാണ് കെ.സി. വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയത്. ഏറ്റവും ഒടുവിൽ മുരളീധരൻ്റെ പ്രസ്താവനയും വന്നു കഴിഞ്ഞു. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ടാണ് കെ. മുരളീധരൻ എത്തിയിരിക്കുന്നത്. കെ. മുരളീധരനൊക്കെ അടുത്ത UDF മന്ത്രിസഭ ഉണ്ടാകുമെങ്കിൽ മന്ത്രിസ്ഥാനം മോഹിച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. കെ. മുരളീധരൻ കെ.സി. വേണുഗോപാലിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ മുരളീധരനെയും ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് കെ.സിയുടെ കേരളത്തിലേക്കുള്ള മുന്നേറ്റം. കെ.സി. ഇപ്പോൾ കണ്ണിലെ കരടായിരിക്കുന്നു രമേശിനും സതീശനും. എന്തായാലും ഇരുവരും ചേർന്നത് നന്നായി. ഒരു ഗ്രൂപ്പ് ഫോട്ടോയെങ്കിലും എടുത്തു വയ്ക്കാം. രണ്ടുപേരും തമ്മിലടിച്ചു. ആ തമ്മിലടി കെ.സി. വേണുഗോപാൽ നന്നായി മുതലാക്കി. ഇതാണ് കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് ശക്തമായി തിരിച്ചെത്താനുള്ള കാരണം. കെ.സി. വേണുഗോപാൽ MP ആയി പോയപ്പോൾ രമേശും സതീശനും ഒക്കെ വിശ്വസിച്ചത് അദ്ദേഹം ഒരിക്കലും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്നാണ്. പക്ഷേ കെ.സിയുടെ ലക്ഷ്യം ഇപ്പോൾ കേരളമാണ്. അതിനനുസരിച്ചാണ് അദ്ദേഹം കരുക്കൾ നീക്കുന്നത്. KPCC അധ്യക്ഷനല്ല ഇപ്പോൾ ഭരിക്കുന്നത്, കെ.സി. വേണുഗോപാലാണ്. കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിമാരുടെ ജംബോ പട്ടികയിൽ കെ.സിയെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതൽ. മുരളീധരൻ അടക്കമുള്ളവർ നിർദ്ദേശിച്ച ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചവർക്ക് പ്രവേശനം ലഭിച്ചില്ല. KPCC ജനറൽ സെക്രട്ടറിമാരെ പൂർണ്ണമായും കെ.സി. വേണുഗോപാൽ ഹൈജാക്ക് ചെയ്തു എന്ന് തന്നെ പറയാം. കെ.സി. വേണുഗോപാൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ
അത് കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു പുതിയ നേതാവിൻ്റെ വരവ് കൂടി ആകുന്നു. ദീർഘകാലമായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് കെ.സി. ഹൈക്കമാൻഡുമായി അടുത്ത ബന്ധമുള്ള കെ.സി. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ മുൻകൈയെടുത്തത് കെ.സിയാണ്. പ്രത്യേകിച്ചും കർണാടകയിലൊക്കെ കെ.സിയുടെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. കർണാടകയിൽ ഇലക്ഷന് ശേഷം സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ പൊരുത്തപ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ ഇരുവരും വാശി പിടിച്ചപ്പോൾ അത് ഒത്തുതീർപ്പാക്കിയത് കെ.സി. വേണുഗോപാലാണ്. തെലങ്കാനയിൽ കോൺഗ്രസിന് വിജയം സമ്മാനിക്കാനും കെ.സി. വേണുഗോപാലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കെ.സിക്ക് ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയം. എന്തായാലും എ ഗ്രൂപ്പിനെ കൂടി ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞാൽ കെ.സി. വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൽ സർവശക്തനായി മാറും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് സതീശൻ പറഞ്ഞത്. റെഡ് അലർട്ട് എന്നാൽ സൂക്ഷിക്കണം എന്ന് വ്യംഗ്യാന്തരേണ സൂചിപ്പിച്ചതാണ് സതീശനും രമേശും ഇപ്പോൾ തമ്മിൽ കണ്ടാൽ മിണ്ടാറില്ല. രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോക്ക്. പക്ഷേ കെ.സി. വന്നതിന് ശേഷം ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന് ഊഷ്മളത വന്നിരിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് ചർച്ച നടത്തി എന്നാണ് ഔദ്യോഗികമല്ലാത്ത വിവരം. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് കെ.സി. വേണുഗോപാലിനെ വെട്ടാൻ രമേശ് ചെന്നിത്തല തയ്യാറാകും. അങ്ങനെയായാൽ അടുത്ത UDF മന്ത്രിസഭ വരുമ്പോൾ ആഭ്യന്തര മന്ത്രിസ്ഥാനം അടക്കമുള്ള ഉന്നത പദവി രമേശിന് ലഭിക്കും. അങ്ങനെ രമേശ് സതീശനെ ഉയർത്തിക്കാട്ടി കെ.സി. വേണുഗോപാലിനെ വെട്ടാൻ ശ്രമിക്കുമ്പോൾ ഇതുവരെ രമേശിനോട് അനുഭാവം പുലർത്തിയിരുന്ന കെ. മുരളീധരനൊക്കെ കെ.സി. വേണുഗോപാലിൻ്റെ പിന്നാലെ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് ഒരു ഭാഗത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങളാൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് വടംവലിയാൽ തകർന്ന് തരിപ്പണമായി എന്ന് വേണമെങ്കിൽ ശക്തമായി തന്നെ പറയാം. ഇലക്ഷന് ഇനി മാസങ്ങൾ മാത്രം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിലും കോൺഗ്രസ് നേതാക്കൾ പരസ്പരം പോരടിക്കുന്നത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണ്. അധികാര രാഷ്ട്രീയം എന്നുള്ളത് പണ്ടേ കോൺഗ്രസിൻ്റെ ശാപമാണ്. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുക, അതാണ് കോൺഗ്രസിൻ്റെ ശാപം. ആ ശാപം ഇപ്പോഴും കോൺഗ്രസിനെ വിട്ട് മാറിയിട്ടില്ല. മാത്രമല്ല UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെ നിലപാടും പ്രസക്തമാണ്. അടൂർ പ്രകാശും കൂടി കെ.സി. വേണുഗോപാലിന് അനുകൂലമായി മാറിക്കഴിഞ്ഞാൽ കെ.സിക്ക് കേരളത്തിലെ കാര്യങ്ങൾ എളുപ്പമാകും. മുഖ്യമന്ത്രി കസേര UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി കസേര എന്ന ചരിത്രപരമായ നിയോഗത്തിന് കെ.സി. ഇറങ്ങും. ചുരുക്കത്തിൽ കോൺഗ്രസിൽ അടി അവസാനിക്കുന്നില്ല, അത് മൂത്തുകൊണ്ടിരിക്കുന്നു.